അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി ഖൽഖില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ബഹുമാന്യരായ നേതാക്കളെ, സഹോദരങ്ങളെ, കേരള മുസ്ലിം ജമാഅത്തിൻ്റെ നേതൃത്വത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സെൻറ്റിനറിയുടെ ഭാഗമായി 2025 ഒരു വർഷക്കാലം കർമ്മസാമയികം ക്യാമ്പയിൻ മനുഷ്യർക്കൊപ്പം എന്ന മുദ്രാവാക്യത്തോടുകൂടി നടത്തിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഭാഗമായി ആദർശ സമ്മേളനത്തിലാണ് നാം ഉള്ളത്. ഇവിടുത്തെ നമ്മുടെ സാന്നിധ്യം, പങ്കാളിത്തം എല്ലാം സുഹൃതമായി ഭവിക്കട്ടെ, ആമീൻ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ തുടങ്ങുകയാണ്, അവസാനിപ്പിക്കുകയുമാണ്. വലിയൊരു പ്രസംഗത്തിൻ്റെ സമയമല്ല ഇപ്പോൾ. നമ്മുടെ ചുറ്റുപാട് പലതുകൊണ്ടും വിഭിന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ആ വിഭിന്നത വിരുദ്ധതയുടെ ഭാഗത്തുകൂടി കടന്നു പോകുന്നു. ഈ രണ്ടും നിങ്ങൾ ചേർത്ത് മനസ്സിലാക്കുമെന്ന് കരുതട്ടെ. നവ ലിബറൽ ചിന്ത സമൂഹത്തെ സ്വാധീനിക്കുന്നുണ്ട്. ഇളം തലമുറയിൽ അത് വല്ലാതെ സ്വാധീനം ചെലുത്തുന്നുമുണ്ട്. എന്തിനേയും ചോദ്യം ചെയ്യുക, ആരും എന്നെ നിയന്ത്രിക്കേണ്ടതില്ല, എനിക്ക് ഞാൻ മാത്രം, എനിക്ക് എൻ്റെ തിരഞ്ഞെടുപ്പ് മാത്രം, എൻ്റെ ചോയ്സാണ്, എനിക്ക് അവകാശപ്പെട്ടതാണ് എന്ന വാദം. ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാനായത് മതധർമ്മ അനുശാസനങ്ങളെ തിരസ്കരിക്കാനുള്ള ഉത്ബോധനം ചിലർ പ്രത്യക്ഷമായും മറ്റു ചിലർ പരോക്ഷമായും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് നാം ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വേദനകൾ. മതത്തിനകത്ത് നിന്ന് യുക്തിരഹിതവാദ അടിസ്ഥാനത്തിലുള്ള വ്യതിചലിത പ്രസ്ഥാനങ്ങളുടെ തള്ളിക്കയറ്റം. അവർ ആവത് ശ്രമിക്കുന്നുണ്ട്, നാം അതിനെ പൂ പോലെ പ്രതിരോധിക്കുന്നുമുണ്ട്. പുതുചിന്തകളുടെ ഭാഗമായി പലരും പലതും ഉദ്ഘോഷിക്കുകയാണ്. ആ വാദമുഖങ്ങളുടെ ഭാഗമായി പിറവിയെടുത്തതാണ് സ്ത്രീ ജനങ്ങളെ നടതള്ളിക്കുന്ന പ്രവണത. ഇതിന് പുതിയൊരു പേരുണ്ട്, ഫെമിനിസം എന്നാണ് ഇതിന് പറയാറ്. കേൾക്കുമ്പം സ്ത്രീ ശാക്തീകരണമെന്ന് സഹോദരിമാർ തെറ്റിദ്ധരിക്കും. സത്യത്തിൽ അത് പെണ്ണുടൽ ആസ്വദിക്കാനുള്ള കാമാർത്ത പുരുഷ വിഭാഗ കേന്ദ്രീകൃതമായ, നല്ല ഭാഷയിൽ പറഞ്ഞാൽ തെമ്മാടിത്തമാണ്. പക്ഷേ സഹോദരിമാരിത് മനസ്സിലാക്കില്ല. ഫെമിനിസം മതത്തെയാണ് പ്രതിക്കൂട്ടിൽ നിർത്തുക. പുരുഷ കേന്ദ്രീകൃത മതമെന്ന് മതങ്ങളെക്കുറിച്ച് അവർ പറയും. സത്യത്തിൽ അവരെ പുറത്തോട്ട് വലിച്ചിട്ട് രംഗം വഷളാക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന ഫെമിനിസ്റ്റ് വാദികൾ യഥാർത്ഥത്തിൽ പുരുഷ കേന്ദ്രീകൃത ആസ്വാദന മൂർത്തികളാണ് എന്നതൊരു സത്യമാണ്. ഇവിടെയാണ് നാം കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ കേരള മുസ്ലിം ജമാഅത്ത് അതിൻ്റെ നയം പറയുന്നു, അതിൻ്റെ നിലപാട് പറയുന്നു. ആചാരങ്ങൾ അനാചാരങ്ങൾ എന്ന ശീർഷകത്തിലും വിശ്വാസം എന്ന മുഖ്യ ശീർഷകത്തിലുമായി ഈ വിഷയങ്ങളെക്കുറിച്ച് നാം പഠിക്കുകയും പറയുകയും ചെയ്യുമ്പം ചിലർ ചോദിക്കും, ഇപ്പം സമുദായം വലിയ പ്രതിസന്ധി നേരിടുകയല്ലേ? അതെ, സമുദായം മാത്രമല്ല, മനുഷ്യർ പ്രതിസന്ധി നേരിടുന്നുണ്ട്. ദേശം പ്രതിസന്ധി നേരിടുന്നുണ്ട്.
പ്രാപഞ്ചിക വസ്തുക്കൾ നിലനിൽപ്പിനായുള്ള ആവാസ വ്യവസ്ഥകളുടെ തിരസ്കരണം മൂലം കഷ്ടപ്പെടുന്നുണ്ട്. നമ്മൾ ഒന്നിനെയും ചുരുക്കിക്കെട്ടേണ്ടതില്ല. ഇന്ത്യ ഇപ്പോൾ ഭീകരവാദികളുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി എതിർ പ്രവർത്തനങ്ങളിലൂടെ രാജ്യത്തിൻ്റെ യശസ് ഒന്നുകൂടി പ്രകടമാക്കി കൊടുക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. സുൽത്താനുൽ ഉലമ ഉസ്താദ് അവറുകളുടെ ഇന്നലത്തെ പ്രസ്താവന ഇന്നത്തെ സിറാജ് പത്രം കൊടുത്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണവും അതിൻ്റെ വഴിയെ വന്ന മറ്റു പ്രത്യാക്രമണങ്ങൾ എന്ന് പറഞ്ഞുകൂടാ പ്രതികരണങ്ങളും എങ്ങനെയാണ് ഈ പ്രസ്ഥാനം നോക്കിക്കാണുന്നത് എന്നതിനുള്ള കൃത്യമായ മറുപടി സുൽത്താനുൽ ഉലമയുടെ പ്രസ്താവനയിലും പ്രതിപാദനങ്ങളിലുമുണ്ട്. നിങ്ങളത് വായിക്കുന്നുണ്ടാകും. നമ്മളെല്ലാവരും സിറാജ് വായിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ പറയുന്നത്, പാകിസ്ഥാനോട് പറയുന്നത്, ഇന്ത്യ എന്ന വലിയ ആശയത്തെ അസ്ഥിരപ്പെടുത്താൻ പാകിസ്ഥാൻ എന്ന അയൽപക്ക ശത്രു രാജ്യത്തിന് സാധിക്കില്ല. എന്തുകൊണ്ട് സാധിക്കില്ല? പ്രസ്താവനകൾ ഉണ്ടായില്ല. ന്യായം വേണം, ആ ന്യായത്തിന് സ്ഥിരീകരണവും വേണം. ഇന്ത്യ അഭിമുഖീകരിച്ച ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു മഹാത്മജിയുടെ വധം. 1948 ജാനുവരി 30 ആ വേദനിപ്പിക്കുന്ന സംഭവം നടന്നത്. ആ ഭീകരാക്രമണം മൂലം ഇന്ത്യ അസ്ഥിരപ്പെട്ടില്ല. ഇന്ത്യ ദൈനംദിനം പുരോഗതിയിലേക്ക്, അതിൻ്റെ ആശയമേഖലകളിലേക്ക് വികസിച്ചു കൊണ്ടിരുന്നു. പിന്നെയും ഭീകരാക്രമണങ്ങളുണ്ടായി. പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയത് കഴിഞ്ഞ 30 വർഷമായി അമേരിക്കയ്ക്ക് വേണ്ടിയാണെന്ന് പാകിസ്ഥാൻ്റെ ഒരു മന്ത്രി ഇന്നലെ മെനിയാന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം പാകിസ്ഥാനോട് പറയാനുള്ളത്, നിങ്ങൾ ഭീകരാക്രമണം നടത്തണമെന്ന് നിങ്ങൾ ഉപദേശിക്കാൻ ഞങ്ങൾ ആരുമല്ല. പക്ഷെ നിങ്ങളോട് ഒന്ന് പറയാനുണ്ട്. ഒരു ഇസ്ലാമിക രാജ്യമെന്ന മേൽവിലാസത്തിൽ അറിയപ്പെടുന്ന നിങ്ങൾ രാഷ്ട്രീയ തെമ്മാടിത്തമായാലും ദേശീയ തെമ്മാടിത്തമായാലും അത് കാണിക്കുക വഴി പൊതു ലോകത്തിൻ്റെ മുമ്പിൽ അപഹസിക്കപ്പെടുന്നതും വിമർശിക്കപ്പെടുന്നതും പരിശുദ്ധ ഇസ്ലാം എന്ന റബ്ബിൻ്റെ വ്യവസ്ഥിതിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ദുഷ്കൃത്യത്തിൽ നിന്ന് പിറകോട്ട് പോകണം. ഇന്ത്യയോട് ചൊറിയാൻ വരരുത്. വന്നാൽ നിങ്ങൾ ഇന്നത്തെ തലമുറയുടെ ഭാഷയിൽ പറഞ്ഞാൽ വിവരം അറിയുമെന്ന് മാത്രമല്ല അറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇന്ത്യയെ അസ്ഥിരപ്പെടുത്താൻ കഴിയില്ല. ഇന്ത്യയിലെ ജനങ്ങൾ ഒന്നാണ്. ഇന്ത്യയിൽ പലവിധ ജനങ്ങളുണ്ട്. ഇന്ത്യ എന്ന ആശയത്തിൽ ഈ ജനത ഒന്നാണ്. ആ ഒന്നാണെന്നതിൻ്റെ തെളിവാണ് ഒരൊറ്റ പേര്, സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ. വേറെ 2 പേരുണ്ട്, സമീർ, മുസാഫിർ. സമീറിനെയും മുസാഫിറിനെയും കുറിച്ച് പരിചയപ്പെടുത്തിയത് ആരതിയാണ്. ആരതിയുടെ അച്ഛൻ അവിടെ വീരമൃത്യു വരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇടപ്പള്ളി സ്വദേശിയാണ്, കേരളീയനാണ്. അപ്പോൾ പറഞ്ഞതിൻ്റെ ചുരുക്കം, മതമെന്ന് നോക്കി ഇസ്ലാമിനെ അപഹസിക്കുക എന്ന ഉദ്ദേശ്യത്തോടു കൂടി ഭീകരാക്രമണത്തിൻ്റെ കുപ്പായം ഇസ്ലാമിനു മേലോ മുസ്ലിങ്ങൾക്ക് മേലോ ആരെങ്കിലും ചാർത്തുന്നുണ്ടെങ്കിൽ അക്കുപ്പായത്തിനു പറ്റിയ ഒരൊറ്റ മേനിയും ഇസ്ലാമിക പ്രസ്ഥാനത്തിനകത്തില്ല. ഇസ്ലാം വളരെ വിശാലമാണ്. ഇസ്ലാം വളരെ സുന്ദരമാണ്. പലതവണ നിങ്ങൾ കേട്ടതാണ്. കേട്ടതൊന്നും ആവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് പറയുന്നു, നാം കേരളീയ സമൂഹം, ഇന്ത്യൻ ജനത ഒന്നിച്ചു നിന്ന് മനുഷ്യർക്കൊപ്പം നിന്ന് മാനവികതയ്ക്ക് വേണ്ടി, മനുഷ്യത്വത്തിന് വേണ്ടി, മതങ്ങൾക്ക് വേണ്ടി, അതിലുപരിയായി ഇന്ത്യക്ക് വേണ്ടി നിലകൊള്ളുക. ആ നിലകൊള്ളലിൻ്റെ സുന്ദര ഫലം ഒരു സ്വയം പര്യാപ്ത ഇന്ത്യയായിരിക്കും. നമുക്ക് മാനുഷിക വിഭവമെമ്പാടുമുണ്ട്. അത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടി സാധാരണക്കാരായ ജനങ്ങളെ വിവിധങ്ങളായ വൈകാരികതകളിൽ നിർത്തി രാഷ്ട്രീയ വൈതാളികത സൃഷ്ടിച്ച് അപകടം വരുത്തുന്ന പ്രവണതകളിൽ നിന്ന് ദുഷ്ടബുദ്ധിയുടെ ആളുകളെല്ലാവരും പിന്മാറേണ്ടതുണ്ട്. ഇന്ത്യയെ സ്വന്തം കാലിൽ നിൽക്കാൻ നാം പ്രാപ്തരാക്കും. നാം അങ്ങനെയാ ശീലിച്ചിരിക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിക ഭീകരവാദമാണെങ്കിൽ
സയ്യിദ് ആദിൽ ഹുസൈൻ ഷാ, മുസാഫിറും സമീറും അങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ലല്ലോ. ആരതിയെ വഴിക്ക് കിട്ടിക്കഴിഞ്ഞാൽ സൗകര്യം പോലെ ആരതിയെ കൊന്നൊടുക്കാമായിരുന്നില്ലേ? കൊന്നൊടുക്കിയില്ലെന്ന് മാത്രമല്ല, സംരക്ഷിച്ച് നാട്ടിലെത്തുന്നവരെ പിന്തുടർന്നു അവർ. ഇപ്പോ ഇന്ത്യ അതിൻ്റെ യശസ് തിരിച്ചു പിടിക്കുന്നതിൻ്റെ ഭാഗമായി സിന്ദൂർ ഓപ്പറേഷൻ നടന്നു. ആ പേര് കിട്ടിയത് തന്നെ 2 സഹോദരിമാർ നയിച്ച ഒരു ഓപ്പറേഷൻ ആയതുകൊണ്ട് സിന്ദൂരം. അതിലൊന്ന് സോഫിയ ഖുറൈഷിയാണ്. ആരോപിക്കപ്പെടുന്നത് പോലെയാണ് സംഭവങ്ങളെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു? നമ്മൾ സ്നേഹത്തോട് കഴിഞ്ഞുകൂടുന്ന ജനവിഭാഗമാണ്. ആ സ്നേഹം നിലനിർത്തി പോവുക. നമുക്ക് മതമുണ്ട്, ജാതിയുണ്ട്, ഭാഷയുണ്ട്, വ്യത്യാസങ്ങളുണ്ട്. പൊളിറ്റിക്കലായി നമ്മൾ പല തട്ടുകളിലും പല കോണുകളിലും പല കളറുകളിലുമായി ചിതറിക്കിടക്കുന്നെങ്കിലും മനുഷ്യരെന്ന നിലക്കും ഇന്ത്യക്കാരെന്ന നിലക്കും നാം ഓരോരുത്തരും ഒന്നിച്ചേകോപിച്ച് നിൽക്കും. ആ സ്നേഹത്തിൻ്റെ കുറേ ഉദാഹരണങ്ങളില്ലേ? നാളെ വെള്ളിയാഴ്ചയാണ്. നാളത്തെ സിറാജ് പത്രം നിങ്ങൾ മറിച്ചു നോക്കിയാൽ ഒരുപാട് മയ്യത്ത് നിസ്കാര അഭ്യർത്ഥനകൾ കാണും. കുറച്ചു മുമ്പ് വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, സോഷ്യൽ മീഡിയയിൽ ഒരു മയ്യത്ത് നിസ്കാര അഭ്യർത്ഥന. എൻ്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഉമ്മയ്ക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിക്കണം, ഉമ്മയ്ക്ക് വേണ്ടി പരലോക ഗുണത്തിന് പ്രാർത്ഥിക്കണം എന്ന് ശ്രീധരൻ. ഇതാണ് കേരളം. ശ്രീധരൻ അങ്ങനെ പറയാൻ എന്തേ ഉമ്മയായി സുബൈദയെ അദ്ദേഹം തിരഞ്ഞെടുത്തു. അവരുടെ അമ്മ ചക്കി മരിച്ചപ്പോൾ ശ്രീധരൻ എന്ന കൊച്ചുകുട്ടിയെ ഒക്കത്തെടുത്തും രമണിയും ലീല എന്നും പറയുന്ന സഹോദരിമാരെ കയ്യിൽ പിടിച്ചും സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോയി ലവ് ജിഹാദ് ആരോപണം നടത്തുന്ന ആളുകൾക്കൊക്കെയുള്ള മറുപടിയായി ഇത് വെച്ച് പെരുപ്പിച്ച് കേരളത്തെയും മുസ്ലിങ്ങളെയും കേരളീയ സംസ്കാരത്തെയും അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയായി ശ്രീധരന്റെ മയ്യത്ത് നിസ്കാര അഭ്യർത്ഥന. ഉമ്മ മരിച്ചു. ശ്രീധരനും രമണിക്കും ലീലക്കും വിവാഹപ്രായമെത്തിയോ വിവാഹം ചെയ്തു കൊടുത്തു. പിന്നീട് അവർക്ക് ശ്രീധരന് ഒമാനിൽ ജോലി വാങ്ങിച്ചു കൊടുത്തു. ശ്രീധരനാണ് വളർത്തിയത്. അസീസാജിയും സുബൈദയുമാണ്. ലവ് ജിഹാദ് അവിടെ ഉണ്ടായില്ല, നിർബന്ധ മതപരിവർത്തനം മതം സ്വീകരിക്കില്ലെന്ന് പറഞ്ഞപ്പോൾ അവരെ കൊല്ലാൻ നോക്കിയില്ല. മതസംരക്ഷണാർത്ഥം 3000 ബ്രാഹ്മണർ ആത്മഹത്യ ചെയ്തു. ആ ആത്മഹത്യക്ക് പ്രേരകമായ ആൾ ടിപ്പു എന്ന ഭരണാധികാരിയായിരുന്ന വ്യർത്ഥവും നിരർത്ഥകവും ചരിത്രത്തിൽ ഒരു സ്ഥാനവുമില്ലാത്ത ആരോപണങ്ങളുള്ള കാലത്ത് അതിനൊക്കെ കൂടിയുള്ള മറുപടിയായിരുന്നു ഇത്. ഞാൻ നീട്ടുന്നില്ല. ഇതാണ് സ്ഥിതി. അതുകൊണ്ട് ഈ നാട്ടിലെ ആളുകൾ നമ്മൾക്ക് സൗഹൃദമാണ്. മതം പലതാണ്, ജാതി പലതാണ്, ഭാഷകൾ പലതാണ്, വേഷം പലതാണ്, ഭക്ഷണ സംസ്കാര രീതികൾ പലതാണ്. എന്നാൽ തന്നെയും നാം ഒന്നാണ്. ഈ സ്നേഹം മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ ആദർശവും കൂടി ഞങ്ങൾ പറയുന്നുണ്ട്, ഈ ആശയവും കൂടി ഞങ്ങൾ പറയുന്നുണ്ട്. തറാവീഹിൻ്റെ എണ്ണത്തെക്കുറിച്ചും ഞങ്ങൾ പറയുന്നുണ്ട്, ജുമയുടെ ഖുത്ബയുടെ ഭാഷയെക്കുറിച്ച് പറയുന്നുണ്ട്, ഒപ്പം മനുഷ്യരോട് പറയുന്നുണ്ട്, പ്രകൃതിയോട് പറയുന്നുണ്ട്, മണ്ണിനോട് പറയുന്നുണ്ട്, വിണ്ണിനോട് പറയുന്നുണ്ട്, മനുഷ്യരോട് പറയുന്നുണ്ട്. മൃഗങ്ങളെ ഞങ്ങൾ സംബോധന ചെയ്യുന്നുണ്ട്. മനുഷ്യരോട്, പുല്ലിനോടും കല്ലിനോടും ഞങ്ങൾ സംബോധന ചെയ്യുന്നു. മനുഷ്യരോട് ആവാസ വ്യവസ്ഥ തകർക്കരുത്. നിങ്ങളുടെ മാഫിയ മനസ്സ് ഇവിടെയുള്ള മനുഷ്യന്റെ നിലനിൽക്കാനുള്ള പാരിസ്ഥിതികവും സൗഹാർദ്ദപരവുമായ അന്തരീക്ഷത്തെ നശിപ്പിക്കരുത്. നാം മനുഷ്യരാണ് എന്ന് പറയുന്ന മഹത്തായ ആശയ സന്ദേശങ്ങൾ കൂടി ഉൾക്കൊള്ളുന്നതാണ് ഈ ആദർശ സമ്മേളനങ്ങൾ എന്ന് പറഞ്ഞ് വഖഫ് നിയമ ഭേദഗതിയെക്കുറിച്ചും ലഹരി എന്ന മാരകമായ വിപത്തിനെക്കുറിച്ചുമൊക്കെ മുഹമ്മദ് അലി കിനാരൂരിൻ്റെ പ്രസംഗത്തിൽ പരാമർശമുണ്ടായിരിക്കാമെന്ന പ്രതീക്ഷയിൽ എല്ലാവരോടും വിദ്യാഭ്യാസ കാര്യത്തിൽ ശ്രദ്ധിക്കണം. മക്കളെ നന്നായി പഠിപ്പിക്കണം. അപ്പം പഠിപ്പിക്കാൻ പോകുന്ന നല്ല സ്ഥാപനങ്ങളുണ്ട്. മർക്കസ് തുടങ്ങിവെച്ച, ഉസ്താദ് തുടങ്ങിവെച്ച ഒരു വലിയ വിപ്ലവമുണ്ട്. അത് സൈദിയ മുതൽ മഹാനായ MA ഉസ്താദ് തുടങ്ങിവെച്ച വിപ്ലവമുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ചെറുതും വലുതുമായ അനേകം സ്ഥാപനങ്ങളുണ്ട്. അവിടെ നിങ്ങളുടെ മക്കൾ സുരക്ഷിതരാണ്. റാഗിങ്ങിനെ പേടിക്കേണ്ട, MDMA ഭയപ്പെടേണ്ട, ആഭാസങ്ങളെക്കുറിച്ച് പേടിക്കേണ്ട, നിങ്ങളുടെ മകനോ മകളോ നിസ്കാരം കളാക്കി കളയുമെന്ന ഭയപ്പാട് വേണ്ട.
നിങ്ങളുടെ മക്കളെ സുരക്ഷിതമായ വഴിയിൽ പഠിപ്പിക്കാൻ പോകുന്ന അനവധി സ്ഥാപനങ്ങളുണ്ട്. ബൈത്തുൽ-ഇസ്സ ഇവിടെയുണ്ട്, മടവൂർ CM സെന്റർ അപ്പുറത്തുണ്ട്, കേരളത്തിൽ ഒരുപോലെയുണ്ട് എന്ന് മാത്രം പറഞ്ഞു. കൂട്ടത്തിൽ കൊടിയത്തൂരിലെ തെർബിയത്തിൽ ഈ വർഷം സെക്കൻഡ് ബാച്ചിൻ്റെ സയൻസ് ബാച്ചിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വരാം. സയൻസ് പഠിച്ച് സയൻറ്റിസ്റ്റ് ആകാം എന്നതാണ് നമ്മുടെ മുദ്രാവാക്യം. എങ്ങനെ തച്ചുഴപ്പനായി പഠിച്ചു പോവുക എന്നതല്ല, നല്ല ഒരു അവസ്ഥ സൃഷ്ടിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഞാൻ അവസാനിപ്പിക്കുന്നു. മഹാനായ മർഹൂം നെടിയനാട് C. അബ്ദുറഹ്മാൻ മുസ്ലിയാർ അവറുകളെയും മർഹൂം പാറന്നൂർ PP ഉസ്താദ് അവറുകളെയും മർഹൂം KC അഹമ്മദ് കോയാജി നരിക്കുനി അവറുകളെയും അതുപോലത്തെ ഈ പ്രസ്ഥാനത്തിൻ്റെ മേഖലയിൽ നിറഞ്ഞു നിന്നിരുന്ന നേതൃസാരഥ്യമുണ്ടായിരുന്ന പണ്ഡിതരെയും സാദാത്തുക്കളെയും ഉമറാക്കളെയും എന്നെപ്പോലത്തെ നമ്മെപ്പോലത്തെ വിട പറഞ്ഞുപോയ ഹംസ മാസ്റ്റർ അടക്കമുള്ള സാധാരണ പ്രവർത്തകരെയും എല്ലാം അനുസ്മരിച്ച് റബ്ബ് അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാകട്ടെ എന്ന് ആഗ്രഹിച്ച് നമുക്കും അവർക്കും സ്വർഗത്തിൽ ഒത്തുചേരാൻ അവസരം ഒരുങ്ങട്ടെ എന്ന് അഭിലാഷം വെച്ച് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.